ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത. ഇത് ഈ ഒരു കോട്ടിങ് വിവേകാനന്ദ സ്വാമിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം മിക്ക പ്രസംഗത്തിലും അത് പറയും. കാരണം ഒരു ജീവൻ, ഒരു മനുഷ്യൻ ഈ ഒരു തത്വം സ്വാംശീകരിച്ചാലേ അവന് ഉയരാൻ പറ്റും. ഇത് കഠോപനിഷത്തിലുള്ള മനോഹരമായ ഒരു കോട്ടിംഗ് ആണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത. Arise, awake, stop not till the goal is reached. എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യം എത്തുന്നവരെ നിൽക്കരുത്, കഠിനമായി പ്രവർത്തി. ഇവിടെ ഈ തത്വം ലൗകിക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം, അതിലുപരി ആത്മീയ ജീവിതത്തിലാണ്. ഉണർന്നിട്ട് ഈശ്വരനിലേക്ക് എത്തുന്നവരെ, ഈശ്വരാനുഭൂതി കിട്ടുന്നവരെ കഠിനമായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ധ്യാനം, ഭജന, പൂജ, യോഗ, ഇങ്ങനെ പലതും നമുക്ക് ലൗകിക സുഖങ്ങളും ഇന്ദ്രിയ സുഖങ്ങളും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആ പരമമായ അവസ്ഥയിലെത്തുമ്പോൾ ആനന്ദമാണ്. അപ്പോൾ അതിനാദ്യപടിയായിട്ട് നമുക്ക് പ്രേരണ തരുന്ന ഒരു മഹാവാക്യം കൂടിയാണ് ഇത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാണ്. എഴുന്നേൽക്കൂ, ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം പ്രാപിക്കുന്നത് വരെ കഠിനമായി പ്രയത്നിക്കും. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്നവർ ഈ ഒരു തത്വം മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോകണം. വിവേകാനന്ദ സ്വാമി പറഞ്ഞതിൽ ഏറ്റവും പ്രിയപ്പെട്ട വാക്യമാണ്. നമുക്കും ഇത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ലൗകികമായ കാര്യങ്ങൾ നേടാനും ഇത് പറ്റും. ആവശ്യമാണ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അലസമായി ജീവിതത്തിലിരുന്നാൽ ഒന്നും നടക്കില്ല. നമ്മൾ ഉണർന്നേ പറ്റൂ, എന്നിട്ട് പ്രവർത്തിച്ചേ പറ്റൂ ഏത് കാര്യങ്ങൾ നേടാനും. അപ്പൊ ഈശ്വരനെ നേടണമെങ്കിൽ, ഈശ്വരാനുഭൂതി ലഭിക്കണമെങ്കിൽ, ഈശ്വരാനന്ദം നുകരണമെങ്കിൽ കഠിനമായി പ്രയത്നിച്ചേ പറ്റൂ. ഉറക്കം തൂങ്ങികളൊക്കെ ഒന്നും പറ്റുന്ന കാര്യമല്ല. ഈശ്വരാനുഭൂതി കിട്ടലും ഈശ്വരാനന്ദം നുകരലും ഈശ്വരലെത്തലും അതിന് കഠിനമായിട്ട് പ്രയത്നം വേണം. ദൃഢമായൊരു മനസ്സ് വേണം, വിശുദ്ധമായൊരു മനസ്സ് വേണം. മനസ്സിൽ നിറയെ ഭക്തിയും സ്നേഹവും നിറഞ്ഞിരിക്കണം. അങ്ങനെ കഠിനമായി പ്രയത്നിച്ചാൽ കഠോപനിഷത്തിൽ പറഞ്ഞ ഈ വാക്ക്, ഈ തത്വം നമ്മൾ ജീവിതത്തിൽ സ്വാംശീകരിച്ച് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പരമലക്ഷ്യത്തിൽ ഈശ്വരാനുഭൂതി എത്തുന്നതാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി എല്ലാ സദസ്സിലും ഇത് തന്നെ പറയുന്നത്. നിങ്ങൾ വെറുതെ ഉറങ്ങി അലസരായിട്ട് അടിമകളെ മാതിരി ജീവിക്കരുത്. അത് ലൗകികത്തിലായാലും ശരി, ആത്മീയത്തിലായാലും ശരി. ഉണർന്ന് പ്രവർത്തിക്കൂ. ലക്ഷ്യം എത്തുന്നവരെ വിശ്രമിക്കാതിരിക്കൂ, ഉണർന്ന് പ്രവർത്തിക്കൂ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഏതായാലും ഇത് വളരെ ചെറിയൊരു ഇതാണ്. അത് ഏതായാലും ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്.